ഹലോ! അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോയിൽ നമ്മുടെ ശിവശങ്കരനും രാജീവനും കൂടെ സിഐയെ കാണാൻ വരികയാണ്. ഇവരെ വിട്ടയക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പൊ പോലീസുകാരൻ പറയുന്നുണ്ട്, "ഒരു വകുപ്പുമില്ല സാർ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല" എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ശിവശങ്കരൻ നമ്മുടെ സാറിനടുത്ത് പറയുന്നുണ്ടേ, "ഒരു തെറ്റൊക്കെ ആർക്കായാലും പറ്റുമല്ലോ" എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാറ് പറയുന്നുണ്ട്, "ഒരു തെറ്റല്ലല്ലോ. ബാലചന്ദ്രന്റെ വീട്ടിലെ ഒരു സെർവന്റിനെ ഇവർ നേരത്തെ ഒന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ?" എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ടുപേരും ഇങ്ങനെ മിണ്ടാട്ടം മുട്ടിയിരിക്കും കേട്ടോ, നമ്മുടെ ശിവശങ്കരനും രാജീവനും. എന്നിട്ട് ലാസ്റ്റ് സിഐ പറയുന്നുണ്ട്, "ഇവിടെ നിന്ന് കളിച്ചിട്ട് എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പൊയ്ക്കോ, അതാ നല്ലത്" എന്നും പറഞ്ഞിട്ട് അവരെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റി ഇറക്കുവാട്ടോ. അപ്പൊ ഈ നമ്മുടെ ഹരീനെയും രോഹിത്തിനെയും ഇവരിങ്ങനെ നോക്കി നിന്ന് ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു രംഗങ്ങളും ഇതിനിടയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ശിവശങ്കരനും രാജീവനും കൂടി പോകുന്നത് നമ്മുടെ വൈജയന്തിയുടെ അടുത്തായിരിക്കും. എന്നിട്ട് നമ്മുടെ ശിവശങ്കരൻ പറയുന്നുണ്ട്, "നീ അലീനയുടെ അടുത്തൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ മകനെ രക്ഷിക്കാൻ പറ്റിയിരിക്കും" എന്ന് നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ടേ. പിന്നെ നമ്മുടെ ബാലചന്ദ്രനെയും കയറി കാണുന്നുണ്ട് അവർ. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവരെ നമ്മ കോളേജിൽ വിട്ടതല്ലേ പഠിപ്പിക്കാൻ വേണ്ടി, അവർക്കതൊന്നും പോരാ, അപ്പൊ അവരത് തന്നെ അനുഭവിക്കണം" എന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതായത് ചെയ്ത തെറ്റിന് ശിക്ഷ അവർ അനുഭവിക്കണം എന്നാണ് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.